Dear CA Foundation students, this video is exclusively for you. വരാനിരിക്കുന്ന നിങ്ങളുടെ CA Foundation എക്സാമിനേഷൻ്റെ പേപ്പർ നമ്പർ 2 ബിസിനസ് ലോക്കകത്ത് വരുന്നൊരു ടോപ്പിക് കണ്ട നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഇന്ന് വരെ ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് കൊണ്ടുവന്നൊരു ടോപ്പിക്കാണ്. പുതുതായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി എൻ്ററിനകത്ത് ഉണ്ടായിരുന്നു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്താണ് സാറേ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ? ഇത് ഞാൻ ചോദിക്കണമല്ല, ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എങ്ങനെ പഠിച്ചിട്ടും എങ്ങനെ പഠിപ്പിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല, അത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഏരിയ ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല, അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CA ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. CA ഫൗണ്ടേഷനകത്ത് വരുന്ന പേപ്പർ നമ്പർ 2 ബിസിനസ് ലോക്കകത്ത് വരുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്താണ് എന്നതിൻ്റെ ഒരു ബേസിക് ലെവൽ എക്സാമ്പിളാണ്. അപ്പോൾ മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജ് എന്താണ്? ഇത് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ആണോ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിയിട്ടില്ല. കോൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ലെവൽ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ. ഒരു റിയൽ എക്സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. അപ്പോൾ വീഡിയോ ഒരു റിക്വസ്റ്റ് ഉള്ളൂ, തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം. ഫസ്റ്റ് ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കണ്ടിട്ട് എനിക്ക് നെഗോഷ്യബിൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും എന്താണ് നെഗോഷ്യബിൾ എന്നുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന വർഷം 1881 1881 നിങ്ങൾ ആലോചിച്ചു. 2024 25 കാലഘട്ടമായും 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ആക്ടാണ് ഇത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അപ്പോൾ അത്രയും അതിൻ്റെ അമെൻമെന്റ്സും അത്രത്തോളം കേസ് ലോസും അതിനകത്ത് വന്നിട്ടുണ്ടാകും, ഒരു സംശയമല്ല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് വിത്ത് എ റിയൽ ലൈഫ് എക്സാമ്പിൾ. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരും. ആ എക്സാമ്പിൾ പറഞ്ഞ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ ആ കൺഫ്യൂഷനൊക്കെ ഇന്ന് ഇവിടത്തോടു കൂടി അവസാനിക്കും. കാരണം ഇത് പക്കായിട്ട് മനസ്സിലാവും വിത്ത് എ റിയൽ ലൈഫ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ആ എക്സാമ്പിൾ കറക്റ്റായിട്ട് മനസ്സിലോട്ട് കൊണ്ടുവരണം. ഓക്കെ ആണോ? കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? മനസ്സിനകത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ എക്സാമ്പിൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി പോവാണ്. മിസ്റ്റർ എ എന്ന് പറയുന്നൊരു വ്യക്തി, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കാം മിസ്റ്റർ എ. അപ്പോൾ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ വീട്ടിലോട്ട് സ്ഥിരമായിട്ട് സാധനം പർച്ചേസ് ചെയ്തിരുന്ന ഒരു ഷോപ്പുണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് അതിൻ്റെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറികളാവട്ടെ, അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആവട്ടെ, വാട്ടെവർ ഇറ്റ് മേ ബി, അവൻ്റെ വീട്ടിലോട്ട് വേണ്ടിയിരുന്ന എല്ലാ ആക്ടിവിറ്റീസും എല്ലാ സാധനങ്ങളും എല്ലാ പ്രൊഡക്റ്റും അവൻ പർച്ചേസ് ചെയ്തിരുന്ന ഒരു ഷോപ്പാണ് ഈ ഷോപ്പ്. ഓക്കെ, വാട്ടെവർ നമുക്ക് ABC എന്ന് പറയുന്ന ഒരു പേര് ഈ ഷോപ്പിനിടാം. ഈ ഷോപ്പിൻ്റെ ഓണറാണ് മിസ്റ്റർ ബി എന്ന് പറയുന്ന ആൾ, അല്ലേ? മിസ്റ്റർ ബി എന്ന് പറയുന്ന ആളാണ് ഈ ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ മിസ്റ്റർ എ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്തിരുന്ന ഷോപ്പാണിത്, ഈ പറയുന്ന ABC. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവൻ ഒരിക്കലും ക്രെഡിറ്റിന് ഇന്ന് വരെ പർച്ചേസ് ചെയ്തിട്ടില്ല. അവൻ എപ്പോഴൊക്കെ സാധനം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ അവൻ എന്തിനെ വാങ്ങിയിട്ടുള്ളൂ? ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എക്ക് ചെറിയൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്ന്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഫണ്ടൊന്നും എന്തായി? ഷോർട്ടായി. ഫണ്ട് ഷോർട്ടായ സമയത്ത് ഇവന് കുറച്ച് ഫണ്ട് കിട്ടാനുണ്ട്. ബട്ട് ഇത് മാസം ജനുവരി 2024 വിചാരിക്കാം. ജനുവരി 24 സ്റ്റാർട്ടിങ്ങിൽ അവൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് കുറഞ്ഞു, അല്ലേ? അവന് ഫെബ്രുവരി 5-ാം തീയതി ആകുമ്പോഴേ അവന് ഫണ്ട് കിട്ടുള്ളൂ. പക്ഷെ അവന് ഒരുപാട് സാധനം വീട്ടിലോട്ട് വാങ്ങാനുണ്ട്. അവൻ സ്ഥിരമായിട്ട് വാങ്ങിയിരുന്ന ഷോപ്പാണ് ABC എന്ന് പറഞ്ഞ ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണ് വിചാരിക്കാം. ഇതൊരു സൂപ്പർ മാർക്കറ്റ്, അവൻ സ്ഥിരമായിട്ട് സാധനം വാങ്ങിയിരുന്ന ഷോപ്പാണിത്, ഈ ABC എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ്. ഈ ഒരു ഓണർക്ക്, ബി എന്ന് പറയുന്ന ഓണർക്ക് ആരെ കറക്റ്റ് പരിചയമുണ്ട്? മിസ്റ്റർ എ എന്ന് പരിചയമുണ്ട്. കാരണം എന്താ? മിസ്റ്റർ എ ഡെയിലി ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങുന്നുണ്ട്. അവന് തൊട്ടപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് അറിയാം. ഞങ്ങളുടെ ഷോപ്പിൽ റെഗുലർ കസ്റ്റമറാണ്, അല്ലെ പെർമനന്റ് കസ്റ്റമർ ആണെന്ന് അറിയാം. അവൻ നല്ലൊരു മനുഷ്യനാണെന്ന് അറിയാം. സ്ഥിരം ഞങ്ങളെ ഷോപ്പിലോട്ട് വരുന്ന ആളാണെന്ന് അറിയാം. ഇതൊക്കെ ആർക്കറിയാം? ഈ ഷോപ്പിന്റെ ഓണറായ മിസ്റ്റർ ബിക്ക് അറിയാം. അപ്പോൾ മിസ്റ്റർ എക്ക് കുറച്ച് ഫണ്ട് ഷോർട്ടായ സമയത്ത് മിസ്റ്റർ എക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിലോട്ട് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മിസ്റ്റർ എ എന്താ ചെയ്തത്? നോർമലി അവൻ മാറി നിന്നില്ല. അവൻ ഷോപ്പിൽ പോയി, സൂപ്പർ മാർക്കറ്റിനകത്ത് പോയിട്ട് തൻ്റെ ഓണറായ മിസ്റ്റർ ബീനോട് ഒരു കാര്യം ചോദിച്ചു. എൻ്റെ കയ്യിൽ ടെമ്പററി കുറച്ച് ഫണ്ട് കുറവാണ്. ബട്ട് എനിക്ക് അടുത്ത മാസം 5-ാം തീയതി ആകുമ്പോഴേക്കും കുറച്ച് ഫണ്ട് കിട്ടാണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിന് 10,000 രൂപ നെക്സ്റ്റ് മന്ത് 5-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് കിട്ടാണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കടത്തിന് വാങ്ങിക്കോട്ടെ, ക്രെഡിറ്റിന് സാധനം എടുത്തോട്ടെ. നെക്സ്റ്റ് മന്ത് ഞാൻ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമർ അല്ലേ, എന്നെ നിങ്ങൾക്ക് അത്രത്തോളം പരിചയമല്ലേ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ലല്ലോ. ഞാൻ കുറച്ച് സാധനം, എനിക്ക് ആവശ്യമായ സാധനം ഞാൻ കടത്തിന് വാങ്ങിക്കോട്ടെ. ഞാൻ അടുത്ത മാസം 5-ാം തീയതി എനിക്ക് ഫണ്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ പൈസ ഞാൻ ആ സ്പോട്ടിൽ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ ഷോപ്പിൻ്റെ ഓണർ എന്താ പറയുക? സമ്മതിക്കാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അതിൻ്റെ ഒരു ചാൻസും അവിടെ കാണുന്നില്ല. സമ്മതിക്കും. കാരണം എന്താ, മിസ്റ്റർ എനെ എനിക്ക് ശരിക്കും പരിചയമുണ്ട്. എൻ്റെ ഷോപ്പിൽ നിന്നാണ് അവന് സ്ഥിരം സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ വീട് തൊട്ടപ്പുറത്താണ്, അവന് ഇന്ന ജോലിയാണ്, അവർ ഇന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാം. എനിക്കത് മീൻസ് ഷോപ്പിൻ്റെ ഓണർ മിസ്റ്റർ ബി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഓണർക്ക് അറിയാം. മിസ്റ്റർ ബി എന്ന് പറയുന്നത്, അപ്പോൾ മിസ്റ്റർ ബി എന്തായിരിക്കും പറയുന്നുണ്ടാവാം, നോ പ്രോബ്ലം, ഒരു പ്രശ്നമല്ല, നീ സാധനം കൊണ്ടുപോയിക്കോ, എന്നിട്ട് നിൻ്റെ അടുത്ത മാസം നീ എന്തിനാ പൈസ കിട്ടുമ്പോൾ എൻ്റെ ഫണ്ട് തന്നാൽ മതി എന്ന് പറയും. പക്ഷേ മിസ്റ്റർ ബി എന്ത് പറയും, നീ കൊണ്ടുപോയിക്കോ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്, എനിക്കൊരു അഷ്വറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നീ എനിക്കൊരു പ്രോമിസ് ചെയ്ത് തരണം എന്ന് പറയും. എന്ത് പ്രോമിസാ? വാക്കിന് വിലയില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വാക്കിന് എവിടെയും ഒരു വില നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ നീ ഇത് വാക്കായിട്ട് പറയുന്നതിന് പകരം നീ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് നീ ഒന്ന് അതിനകത്ത് എഴുതി തരണം അല്ലേ. നീ എനിക്ക് 10,000 രൂപ അല്ലെങ്കിൽ സംതിങ്, വാട്ട് ഇസ് ദ എമൗണ്ട്, ആ ഒരു എമൗണ്ട് അടുത്ത മാസം ഫെബ്രുവരി 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നീ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് എനിക്കൊരു പ്രോമിസ് ഒന്ന് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മിസ്റ്റർ ബി ആരോട് പറഞ്ഞു? ഈ എനോട് പറഞ്ഞു. കുഴപ്പമില്ല, ഓക്കെ സാർ, ഞാൻ എഴുതി തരാം, എന്തോ ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ. അപ്പോൾ ഒരു സ്മൂത്തി ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മിസ്റ്റർ എന്റെ കയ്യിൽ ഫണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് മിസ്റ്റർ എ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തു അല്ലേ. ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്ത് എഴുതി കൊടുത്തു അല്ലേ, ഞാൻ മിസ്റ്റർ എ ആണ്, ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോമിസ് ചെയ്യുന്നു, ഞാൻ പ്രോമിസ് ടു പേ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാണ്ടെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു അല്ലേ. എത്ര റുപ്പീസ്? 10,000 ആണെങ്കിൽ 10,000 റുപ്പീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ തരുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഡർ ടു പേ ഓർഡർ ഓഫ് മിസ്റ്റർ ബി, അല്ലെങ്കിൽ ബി ആയി നിങ്ങൾ ആർക്ക് ഈ പൈസ കൊടുക്കണം എന്ന് പറയുന്നോ അവർക്ക് ഞാൻ ഈ പൈസ കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ പൈസ വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഈ പൈസ തരാം. എപ്പോൾ? ആഫ്റ്റർ 30 days ആണെങ്കിൽ 30 days, അല്ലെങ്കിൽ ഫെബ്രുവരി 5 ആണെങ്കിൽ ഫെബ്രുവരി 5 എന്ന് പറഞ്ഞ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഞാനൊരു പ്രോമിസ് അതിനകത്ത് എഴുതി. എന്നിട്ട് താഴെ ഞാൻ എൻ്റെ പേര് എഴുതി. ഞാൻ മിസ്റ്റർ എ ആണ് അല്ലേ. മിസ്റ്റർ എ എഴുതി ഞാൻ എന്ത് ചെയ്തു, ഒരു സൈൻ ചെയ്തു. ഈ പീസ് ഓഫ് പേപ്പർ ഞാൻ ആർക്ക് കൊടുത്തു? ഈ പീസ് ഓഫ് പേപ്പർ ഞാൻ ആരെ കയ്യിലോട്ട് ഏൽപ്പിച്ചു? ഞാൻ ഈ പറയുന്ന ABC എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറുടെ കയ്യിൽ കൊടുത്തു. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണോ അല്ലേ? ദിസ് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചേക്ക്, അവന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിയിരുന്നൊരു ഷോപ്പാണ്. അവിടെ അവന് ടെമ്പററി പൈസയുടെ ഒരു ഷോട്ട് വന്നപ്പോൾ നമുക്ക് സാധനം അവൈലബിൾ ആക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഫണ്ടിൻ്റെ ഒരു താൽക്കാലികമായിട്ട് കുറവ് വന്ന്, അപ്പോൾ എനിക്ക് പൈസ എനിക്ക് വേണം. ആ ഒരു പൈസ താൽക്കാലികമായിട്ട് വേറെ ആൾ അതെനിക്ക് സെറ്റ് ഓഫ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊരു പ്രോമിസ് ആയിട്ട് എന്ത് കൊടുക്കും? ഒരു ഇൻസ്ട്രുമെൻറ്റ് അല്ലെ, ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് സൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ പ്രോമിസ് അങ്ങ് എഴുതി കൊടുത്തു. ഇതൊരു ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത്? ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ്. ഒന്ന്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയും. വാട്ട് ഈസ് മീൻ ബൈ പ്രോമിസറി നോട്ട് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ ചെക്ക് എന്താ. ഇങ്ങനെ ഒരു 3 ടൈപ്പ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗോഷ്യബിൾ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ബേസ് കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന ബേസ് ഇതിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ബേസാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണേ. നെക്സ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഇതിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് വാട്ട് എവർ നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുന്നത്, ആ പീസ് ഓഫ് പേപ്പറിനകത്ത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു, ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ല. ഒരാളുടെ കയ്യിൽ എപ്പോഴും ഫണ്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഫണ്ട് ഷോർട്ടിങ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഞാൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം. ആ എക്സാമ്പിൾ കൂടി നിങ്ങളൊന്ന് കേൾക്കും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിന് ഈ ഒരു അർത്ഥം മാത്രമാണുള്ളത് അല്ല, ഒരിക്കലുമല്ല. ഞാൻ അവിടെ ഒരാളുടെ പേര് ചെയ്യുന്നുണ്ട്, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ. ഇവിടെ മിസ്റ്റർ ബി എന്ന് പറയുന്ന വേറെ ആളുണ്ട്. ഓക്കെ ആണോ? ഇവിടെ മിസ്റ്റർ എ ഉണ്ട്, മിസ്റ്റർ ബി ഉണ്ട്. നിങ്ങൾ ആലോചിക്കുകയും ഈ മിസ്റ്റർ ബി എന്ന് പറയുന്ന ആൾ സാധനം വിറ്റു, സോൾഡ് ഗുഡ്സ് സാധനം വിറ്റു. ആർക്ക് വിറ്റു? മിസ്റ്റർ എക്ക് വിറ്റു. അപ്പോൾ മിസ്റ്റർ എ സാധാരണ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണ്ടേ? നമ്മൾ സാധനം വിറ്റാൽ നമുക്ക് എന്ത് കിട്ടണം? പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മിസ്റ്റർ എ ആർക്ക് എന്ത് കൊടുക്കണമായിരുന്നു? ക്യാഷ് കൊടുക്കണമായിരുന്നു. ബട്ട് മിസ്റ്റർ എൻ്റെ കയ്യിൽ എന്തില്ല? ക്യാഷ് ഇല്ല. മിസ്റ്റർ എയുടെ കയ്യിൽ ക്യാഷ് ഇല്ല. അപ്പോൾ മിസ്റ്റർ എ മിസ്റ്റർ ബിനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെമ്പററി ക്യാഷ് ഇല്ല, ബട്ട് എനിക്ക് നെക്സ്റ്റ് മന്ത് അടുത്ത മാസം എനിക്ക് കുറച്ച് പൈസ ഫണ്ട് കിട്ടാനുണ്ട്, ഞാൻ ആ ഫണ്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും പൈസ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, മിസ്റ്റർ ബി പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് നിന്നെ ശരിക്കും അറിയുന്ന ഒരാളാണ്. മിസ്റ്റർ എനെ ആർക്ക് ശരിക്കും അറിയാം? മിസ്റ്റർ ബിക്ക് ശരിക്കും പരിചയമുള്ളൊരു വ്യക്തിയാണ് ആര്? മിസ്റ്റർ എ. അപ്പോൾ മിസ്റ്റർ ബി ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല, നീ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നീ എനിക്ക് ഇത്ര രൂപ ഇത്ര ഡേറ്റിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോമിസ് ആക്കി നീ എനിക്കൊന്ന് എഴുതി തരണം.
ഓക്കെ ആണോ? പ്രോമിസ് ആക്കി നീ എനിക്കൊന്ന് എഴുതി തരണം. അപ്പോൾ മിസ്റ്റർ എ ചെയ്തു ഒരു പ്രോമിസ് ആക്കിയിട്ട് എന്ത് കൊടുത്തു? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്തായിരിക്കും? മിസ്റ്റർ എ എന്ന് പറയുന്ന ആൾ അല്ലേ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ? പ്രോമിസ് ചെയ്യുന്നുണ്ട് അല്ലേ, ടു പേ എത്ര രൂപ? ഫോർ എക്സാമ്പിൾ 10,000 രൂപയെന്ന് വിചാരിക്കാം അല്ലെ, ടു പേ 10K മീൻസ് 10,000 രൂപ അല്ലെ. 10,000 രൂപ ആർക്ക് കൊടുക്കണം? ടു മിസ്റ്റർ ബിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഓർഡർ ഓഫ് മിസ്റ്റർ ബി ആർക്ക് ഓർഡർ ചെയ്യുന്നു അവർക്ക് ഞാൻ ആ പൈസ കൊടുക്കണം അല്ലേ. എന്ന് കൊടുക്കണം? ആഫ്റ്റർ ഒരു ഡേറ്റ് ഇടുക. ആഫ്റ്റർ 1 മന്ത് ആണെങ്കിൽ 1 മന്ത്, അല്ലെങ്കിൽ ആഫ്റ്റർ 30 ഡേയ്സ് ആണെങ്കിൽ 30 ഡേയ്സ്. ഒരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് താഴെ എന്ത് ചെയ്യുക? എൻ്റെ പേര് എഴുതുക, ഞാൻ അവിടെ സൈൻ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു സൈനും കൊടുക്കാം. ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ആണ്. ഒരു നെഗോഷ്യബിൾ ടെമ്പററി ഫണ്ട് ഷോർട്ട് ആയപ്പോൾ ഞാൻ എൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് അല്ലേ. ഞാൻ മിസ്റ്റർ എ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? ഇത് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു? ഞാൻ മിസ്റ്റർ ബിക്ക് എടുത്തു. അപ്പോൾ മിസ്റ്റർ ബിയുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? മിസ്റ്റർ ബിയുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. പൈസ ഉണ്ടോ? ഞാൻ സാധനം വിറ്റില്ലേ? ഞാൻ സാധനം വിറ്റു, 10,000 രൂപയുടെ സാധനം വിറ്റു. എനിക്ക് എന്ത് കിട്ടി? എനിക്ക് കിട്ടിയത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പോൾ മിസ്റ്റർ ബിയുടെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണുള്ളത്. ഇനി ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ ബിയുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇനി മിസ്റ്റർ ബിക്ക് 10,000 രൂപ എന്നാണ് കിട്ടുക? 30 ഡേയ്സ് 30 ദിവസത്തിന് ശേഷമാണ് ഈ 10,000 രൂപ ആര് കൊടുക്കുക? മിസ്റ്റർ എ മിസ്റ്റർ ബിക്ക് കൊടുക്കുള്ളൂ അല്ലേ. അതിൻ്റെ ഇടയിൽ ഈ 30 ഡേയ്സിനിടയിൽ മിസ്റ്റർ ബി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിസ്റ്റർ സി എന്ന് പറയുന്ന വേറൊരാളെ കയ്യിൽ നിന്നും സാധനം വാങ്ങിയിട്ടുണ്ട്. സാധനം വാങ്ങിയിട്ടുണ്ട്. ആര് വാങ്ങി? മിസ്റ്റർ ബി വാങ്ങി. എവിടെ നിന്ന് വാങ്ങി? മിസ്റ്റർ സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അല്ലേ. എന്നിട്ട് മിസ്റ്റർ ബി പറഞ്ഞു പൈസ കൊടുത്തോ? ഇല്ല, പൈസ കൊടുത്തില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല. എനിക്ക് മിസ്റ്റർ എ എന്ത് ചെയ്യാനുണ്ട്? ഒരു 10,000 രൂപ തരാനുണ്ട്. എന്ന് തരാനുണ്ട്? ആ ഒരു 10,000 രൂപ എനിക്ക് 30 ദിവസത്തിന് ശേഷം മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ മിസ്റ്റർ എ എനിക്ക് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എഴുതി തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഈ മിസ്റ്റർ ബി എന്താ ചെയ്യുക? 10,000 രൂപ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യും? ഈ എയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആർക്ക് കൊടുക്കും? മിസ്റ്റർ സിക്ക് കൊടുക്കും. അപ്പോൾ മിസ്റ്റർ സിക്ക് എന്താ കിട്ടിയത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണോ കിട്ടിയത്? പൈസയാണ് കിട്ടിയത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കിട്ടിയത്. അപ്പോൾ സി അതെടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കും. എന്താ മനസ്സിലാവുക? അതെടുത്ത് വായിക്കുമ്പോൾ സിക്ക് മനസ്സിലാവും മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാൾ ആർക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്? മിസ്റ്റർ ബിക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാൻ? 10,000 രൂപ കൊടുക്കാൻ. അല്ലെങ്കിലോ ഓർഡർ ഓഫ് മിസ്റ്റർ ബി പറയുന്ന ആക്കി 10,000 രൂപ കൊടുക്കണം എന്നുള്ളത് മിസ്റ്റർ എ ആർക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്? മിസ്റ്റർ ബിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആഫ്റ്റർ 30 ഡേയ്സ് 30 ദിവസം. അപ്പോൾ സിക്ക് മനസ്സിലായി 30 ദിവസം കഴിഞ്ഞാൽ മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ആർക്ക് പൈസ കൊടുക്കാനുണ്ട്? മിസ്റ്റർ ബിക്ക് പൈസ കൊടുക്കാനുണ്ടെന്നുള്ളത് ആർക്ക് മനസ്സിലായി? ഈ പറയുന്ന മിസ്റ്റർ സിക്ക് മനസ്സിലായി. അപ്പോൾ മിസ്റ്റർ സി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ മിസ്റ്റർ ബി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ആർക്ക് കൊടുത്തിട്ടുണ്ട്? മിസ്റ്റർ സിക്ക് കൊടുത്തില്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഒന്ന് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം അല്ലേ. ഒന്ന് തിരിച്ചു വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ പേയബിൾ ടു മിസ്റ്റർ സി ഓർ ഹിസ് ഓർഡർ എന്ന് എഴുതിയിട്ട് താഴെ എന്ത് ചെയ്യണം? മിസ്റ്റർ ബീൻ്റെ പേര് എഴുതണം. എന്നിട്ടൊരു സൈനും ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? നിങ്ങൾ ആലോചിക്കേ, മിസ്റ്റർ ബി മിസ്റ്റർ സിക്ക് കൊടുക്കുമ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം. എന്താ? പേയബിൾ ടു മിസ്റ്റർ സി ഓർ ഹിസ് ഓർഡർ. ഈ പൈസ, ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്യാഷ് ആർക്കാണ് കൊടുക്കേണ്ടത്? സിക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എ പൈസ കൊടുക്കുമ്പോൾ ഇത് ആർക്ക് കൊടുത്താൽ മതി? മിസ്റ്റർ ബി കൊടുക്കണോ? വേണ്ട, സി ആർക്ക് കൊടുത്താൽ മതി? സിക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിലോ ഓർ ഹിസ് ഓർഡർ, അല്ലെങ്കിൽ സി ആർക്കാണോ ഇത് കൊടുക്കാൻ വേണ്ടി പറയുന്നത് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പൈസ ആർക്ക് കൊടുക്കേണ്ടത്? എ ആർക്ക് ചെയ്യണം? ഇപ്പോഴാണെങ്കിൽ എ ആർക്ക് കൊടുക്കണം? ഈ പൈസ സിക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്താണ്? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമല്ലേ? നമുക്ക് എൻഡോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പുതിയൊരു ടേമാണ് അത്. എൻഡോസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഈസ് എ ട്രാൻസ്ഫറബിൾ ഡോക്യുമെൻറ്റ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരാളെ കയ്യിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഈസ് ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻറ്റ്. നമുക്കിത് എൻഡോസ്മെൻറ്റ്, ഇതാണ് എൻഡോസ്മെൻറ്റ്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ വേറെ ആൾക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആരുടെ കയ്യിലുള്ളത്? മിസ്റ്റർ സിയുടെ കയ്യിലുള്ളത്. 10,000 രൂപ കിട്ടിയോ? ഇല്ല, എപ്പോഴേ കിട്ടുള്ളൂ? 30 ദിവസത്തിന് ശേഷം എ ആർക്ക് കൊടുക്കും? സിക്ക് പൈസ കൊടുക്കും. സംശയം ഉണ്ടോ? സിമ്പിൾ അല്ലേ? ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത്, ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഓക്കെ, ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആരായിട്ടുള്ളത്? നമ്മുടെ സിയുടെ കയ്യിലാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് അല്ലേ. ഇനി സി മിസ്റ്റർ ഡിയുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങി. മിസ്റ്റർ സി ഡിയുടെ കയ്യിൽ നിന്നും സാധനം വാങ്ങി. അപ്പോൾ ഡിക്ക് എന്ത് കൊടുത്തു? 10,000 രൂപയുടെ സാധനം വാങ്ങി. ബട്ട് ഡിക്ക് എന്ത് പൈസ കൊടുത്തു? ഇല്ല. എന്താ കൊടുത്തത്? ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ആർക്ക് കൈമാറി? ഡിക്ക് കൊടുത്തു. അപ്പോൾ ഡി നോക്കുമ്പോൾ മനസ്സിലാവും
എ എന്ന് പറയുന്ന ആള് ബിക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അല്ലേ. ആ ആള് ബി എന്ന് പറയുന്ന ആള് സിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്തു, സി എനിക്കും എന്ത് ചെയ്തു, ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ സി ഇത് ഡിക്ക് കൊടുക്കുമ്പോൾ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ ബാക്കിൽ എന്ത് എഴുതി കൊടുക്കണം, എന്ത് എഴുതണം, നമ്മൾ നേരത്തെ അല്ലെ ഈ ഒരു സെയിം സാധനം നമ്മൾ ഇവിടെയും കൊടുക്കണ്ടേ അല്ലെ. പേയബിൾ ടു അല്ലെ, പേയബിൾ ടു മിസ്റ്റർ ഡിക്ക് ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഓർ ഹിസ് ഓർഡർ, അല്ലെങ്കിൽ മിസ്റ്റർ ഡി ആർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറയുന്നു അവർക്ക് എന്ത് ചെയ്യണം, ഈ പൈസ കൊടുക്കണം എന്നുള്ളത് അതിന്റെ ബാക്കിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം, സി സൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് ആരുടെ കയ്യിലാണ്, ഡിയുടെ കയ്യിലാണ്. ഓക്കെ ആണോ അല്ലേ. ഇനി പൈസ ആക്ച്വലി ആർക്ക് കൊടുക്കുക, മിസ്റ്റർ എ ബിക്ക് കൊടുക്കാനുണ്ടായിരുന്ന പൈസ ആർക്ക് കൊടുക്കണം, മിസ്റ്റർ എ ഈ ഒരു പൈസ ഡിക്കല്ലേ കൊടുക്കണം. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഒരാൾ മറ്റൊരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് താൽക്കാലികമായി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് എ പ്രോപ്പർ കോൺസെപ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലേ, ടെമ്പററി നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, നെഗോഷ്യബിൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് എങ്ങനെ വാലിഡ് ആവും, ഒരു പീസ് ഓഫ് പേപ്പർ, ആ പീസ് ഓഫ് പേപ്പർ മാത്രം അത് വാലിഡിറ്റി കിട്ടുമോ, ഒരിക്കലും കിട്ടില്ല. ആ പീസ് ഓഫ് പേപ്പറിനകത്ത് നിന്ന് നിങ്ങൾക്ക് ലീഗൽ ഒബ്ലിഗേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ലീഗൽ ഒബ്ലിഗേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ പീസ് ഓഫ് പേപ്പറിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റാമ്പ് പതിക്കും അല്ലേ. സ്റ്റാമ്പും കൂടി വരുമ്പോഴാണ് നമുക്ക് അതിന് എന്ത് കിട്ടുള്ളൂ, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇനി വേണ്ട അല്ലേ. നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമ്മൾ കൈമാറുന്ന സമയത്ത് അതിനകത്ത് ഒരു സ്റ്റാമ്പ് പതിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാമ്പും കൂടി വരുമ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആ ഒരു ഇൻസ്ട്രുമെന്റിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ലീഗൽ ഒബ്ലിഗേഷൻ, ലീഗൽ വാലിഡിറ്റിയും കൂടി കിട്ടും. This is the concept behind what is meant by negotiable instrument act.